എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ അടുത്തൊരു മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കോഴി വളർത്തലിൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ പേര് അഞ്ജു. ഞാനിവിടെ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നു. 6.5 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അടുത്ത മാസം നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുവാണ്, നിർത്തിപ്പോരാൻ. അപ്പോൾ ഞങ്ങളിവിടെ കോഴിക്കോട് ജില്ലയിൽ പുലുരാമ്പാറ എന്ന സ്ഥലത്താട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു സ്വപ്നം എല്ലാവരുടെയും ഒരു സ്വപ്നം, സാധാരണക്കാരുടെ ഒരു സ്വപ്നമാണ് ഒരു വീട്. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ നമ്മളിച്ചിരി ഉള്ളിലേക്കാണ് സ്ഥലം മേടിച്ചത്. അതായത് നമുക്ക് കോഴി വളർത്തും പശുവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ സ്വപ്നവും അതായിരുന്നു. അപ്പോൾ അതിനൊത്ത് സൗകര്യവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കുറച്ച് സ്ഥലം മേടിച്ചത്. കാരണം നമുക്കറിയാം ടൗണിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരാവശ്യം ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് സ്ഥലമൊക്കെ മേടിച്ച് വീടൊക്കെ വെച്ച് ഞങ്ങൾ സ്വസ്ഥ സമാധാനമായിട്ട് അവിടെ ഇപ്പോൾ ജീവിക്കുന്നു. ഇത് ഇപ്പോൾ വൈകുന്നേരം എല്ലാ ദിവസവും ഇപ്പോൾ വൈകുന്നേരം കോഴികളെ നമ്മളൊന്ന് അഴിച്ചു വിടാറുണ്ട്. കാരണം എന്നാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ അവർക്ക് കൂടുതലായിട്ടൊരു പ്രതിരോധശേഷിയൊക്കെ കിട്ടണമെങ്കിൽ അവരെ അഴിച്ചു വിടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ തേങ്ങാപ്പിണ്ണാക്ക് ഈ കോഴികൾക്ക് കൊടുക്കുന്നുണ്ടെന്ന്. കാരണം അവരുടെ തീറ്റ ചെലവ് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. 2 മാസത്തോളമായി നമ്മളിങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് മുട്ട ഉൽപ്പാദനം കുറവോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇച്ചിരി വളരെ കുറച്ചാണ്. ഒരു നേരത്തെ ഒരു ഫുഡ്, അത് വൈകുന്നേരത്തെ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇതായിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ അതിൻ്റെ കൂടെ ഇച്ചിരി ചോറും കൂടെ, അത് ഒരു പിടി ചോറങ്ങാനും അത് കൂടെ ഇടും. പിന്നെ നിങ്ങൾക്കറിയാം ഈ കോഴികളെ BV380 കോഴികളാണ്. ഇതുങ്ങൾക്ക് ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ തീറ്റ കൊടുക്കാൻ സമയമായതുകൊണ്ടാണ് എല്ലാവരും കൂടെ ഈ വാതുക്ക വന്ന് നിൽക്കുന്നതും. ഈ തീറ്റ തിന്ന ശേഷം ഞങ്ങൾ വൈകുന്നേരം, ഇപ്പം നേരം ആയിട്ടാട്ടോ, അധികം നാളായിട്ടില്ല. കാരണം നമ്മളിച്ചിരി ഉള്ളിലേക്കായതുകൊണ്ട് പാമ്പിൻ്റെയും കീരിയുടെയും ഒക്കെ ശല്യം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് ഞങ്ങളങ്ങ് അഴിച്ചു വിടാറില്ല കോഴികളെ. കാരണം നമുക്കൊരു പേടിയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് ഇത്രയും 10-25 കോഴികളുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കോഴികളിലും നോട്ടം എത്തണം എന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വൃത്തിയാക്കലും പുല്ലുചെത്തലും ഒക്കെ ആയതുകൊണ്ട് അവർ മുറ്റത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇപ്പോൾ ഈ കോഴികളെ എന്നും പുറത്ത് അഴിച്ചു വിടാറുണ്ട്. ഇത് നല്ലൊരു കാരണം എനിക്കിതിനെപ്പറ്റി നിങ്ങൾക്കറിയാം, ഞാനിത് പുതിയതായിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിവുകളൊന്നും ആദ്യമില്ലായിരുന്നു. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പഠിക്കാൻ പഠിക്കുന്നുമുണ്ട്. കാരണം നിങ്ങളുടെ തീറ്റ രീതിയും കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടും അതുപോലെ തന്നെ അല്ലാതെയൊക്കെ ഗൂഗിളിലൊക്കെ നോക്കി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. കാരണം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നമുക്കിതിനെപ്പറ്റി പഠിച്ചേ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എൻ്റെ ഓരോ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുല്ലുചെത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ മുറ്റത്ത് കുറേ നേരം അഴിച്ചു വിട്ടു ഇവരെ. പക്ഷേ നിങ്ങൾക്കറിയാം ഒത്തിരി നേരം ഇവരെ പുറത്ത് വിടാനും പറ്റത്തില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൊത്തി തിന്നും. അതൊരു ശീലമായി പോകും. അതുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ അഴിച്ചു വിടാറുള്ളൂ. പിന്നെ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടുമാണ്. പുല്ല് ചെത്തുന്ന സമയത്തൊക്കെ ഇതുങ്ങളെ അഴിച്ചു വിടുവാണെങ്കിൽ ഇവരതിൻ്റെ ഇടയ്ക്ക് വന്ന് ചികഞ്ഞ് എല്ലാം തിന്നോളും കേട്ടോ. കാരണം കുത്തിപ്പറക്കി എല്ലാം ഇതുങ്ങൾ തിന്നോളും. ഈ പുല്ല് ഇതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ആദ്യം കൊടുക്കുമായിരുന്നു. ഇപ്പം ഹസ്ബൻഡിന് എല്ലാത്തിനും കൂടെ പുല്ല് പറിക്കാൻ എല്ലാത്തിനും കൂടെ സമയമില്ലാത്തതുകൊണ്ട് അതിപ്പം കൊടുക്കുന്നില്ല. അതിന് പകരമാണ് ഈ വാഴപ്പിണ്ടിയും തേങ്ങാപ്പിണ്ണാകൊക്കെ നമ്മളിപ്പം കൊടുക്കുന്നത്. അപ്പം ഞാനും കൂടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, കാരണം പിള്ളേരെ നോട്ടം എല്ലാം കൂടി ആയതുകൊണ്ട് പുള്ളിക്കാരന് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാനും കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഓരോരോ ആഗ്രഹങ്ങളാണ് എൻ്റെ മനസ്സിലും. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി താല്പര്യമാണ്. അപ്പം ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.